രാഹുൽ ഗാന്ധി പുതിയ നമ്പർ ഇറക്കി. അപ്രതീക്ഷിതമായ ഒരു ചോദ്യമായിരുന്നു റായ്ബറേലി തെരഞ്ഞെടുപ്പ് റാലിയിലെ ജനക്കൂട്ടത്തിൽ നിന്നും വന്നത്. എന്താണ് ചോദ്യമെന്ന് രാഹുൽ ഗാന്ധിക്ക് ആദ്യം മനസ്സിലായില്ല. വേദിയിലും സദസ്സിലുമുള്ളവരോട് തിരക്കി. അപ്പോഴാണ് എന്ന് വിവാഹിതനാകും എന്ന ചോദ്യമാണ് വന്നതെന്ന് മനസ്സിലായത്. രാഹുലിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു മറുപടി. പ്രായം 53 എത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കം വേദിയിലിരിക്കുമ്പോഴാണ് രാഹുൽ ഇത് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ജയ്പൂരിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിനിടെയും രാഹുലിന് നേരെ ഈ ചോദ്യം ഉയർന്നിരുന്നു. വിവാഹം ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണെന്നായിരുന്നു രാഹുലിൻ്റെ അന്നത്തെ മറുപടി. വയനാട്ടിലെ സിറ്റിംഗ് എം പിയാണ് രാഹുൽ ഗാന്ധി. 2004 മുതൽ 2019 വരെ അമേഠി എം പി ആയിരുന്നു. വീട്ടിലൊരാളെപ്പോലെ രാഹുൽ ഫയ്യ, തൊട്ടടുത്ത് പ്രിയങ്ക ബഹൻ ഗാന്ധി, നെഹ്റു കുടുംബത്തിൻ്റെ കർമ്മഭൂമി എന്ന അമ്മ സോണിയ വിശേഷിപ്പിച്ച മണ്ണിൽ രാഹുൽ ഗാന്ധി പറയാൻ വന്നത് രാഷ്ട്രീയമാണെങ്കിലും നാട്ടുകാർക്കും അണികൾക്കും അറിയേണ്ടത് രാഹുലിൻ്റെ സ്വകാര്യ വിശേഷങ്ങളായിരുന്നു. റായ്ബറേലി പിടിക്കാൻ ലക്ഷ്യമിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് പ്രചാരണം നടത്തിയ ദിവസമാണ് രാഹുലും പ്രിയങ്കയും ഇവിടെ ഒരുമിച്ചെത്തിയത്. മോദി സർക്കാർ വീണ്ടും വന്നാൽ അംബേദ്കർ സൃഷ്ടിച്ച ഭരണഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് ആവർത്തിച്ച് BSP വോട്ടുകൾ കൂടി പോക്കറ്റിലാക്കുന്ന രാഷ്ട്രീയ തന്ത്രവും രാഹുൽ പ്രയോഗിച്ചു. അമേഠിയിലും റായ്ബറേലിയിലും BJPക്കെതിരെ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഓർമ്മകൾ പങ്കുവച്ചും ആളുകളോട് നേരിട്ട് സംവാദിച്ചും രാഹുലിനും കുടുംബത്തിൻ്റെ വിശ്വസ്തനായ KL ശർമ്മയ്ക്കുമായി വോട്ട് തേടുന്നു. ഭർതൃ വീട്ടുകാർ എതിർത്തപ്പോൾ തുന്നൽപ്പണി ചെയ്ത് മകളെ ബിരുദ പഠനത്തിന് വിട്ട കഥ ഒരമ്മ പറഞ്ഞു. അവരെ വേദിയിലേക്ക് വിളിച്ചൊപ്പമിരുത്തി പ്രിയങ്ക ആദരിച്ചു. അച്ഛൻ രാജീവ് ഗാന്ധിക്കൊപ്പം കുട്ടിക്കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് എത്തിയത് ഉൾപ്പെടെയുള്ള കഥകൾ പങ്കിട്ടപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ ഓർമ്മകളുടെ നനവ്. പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരുന്ന അച്ഛന് കരുത്ത് കിട്ടാൻ പ്രാർത്ഥനയോടെ ഞായറാഴ്ച ഉപവാസം നടത്തിയ കാലത്തെക്കുറിച്ചും പ്രിയങ്ക സംസാരിച്ചു. ഇതേക്കുറിച്ച് രാജീവ് ഗാന്ധി ചോദിച്ചു അത്രേ. ഞായറാഴ്ചയാകുമ്പോൾ അച്ഛനോട് സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ എന്നായിരുന്നു തൻ്റെ മറുപടിയെന്നും പ്രിയങ്ക ഗാന്ധി വെളിപ്പെടുത്തി. രാജീവിൻ്റെ വിയോഗത്തിന് ശേഷം അമ്മ സോണിയാഗാന്ധി അനുഭവിച്ച വേദനയെപ്പറ്റിയും കുടുംബ സദസ്സുകളിൽ പ്രിയങ്ക പറഞ്ഞു വയ്ക്കുന്നു. ഒന്നിനെയും ഭയപ്പെടാതെ ജീവിതമാകെ പോരാടുന്ന സഹോദരന് വോട്ട് നൽകണമെന്ന അഭ്യർത്ഥനയ്ക്കൊപ്പം ഒരു ഉറപ്പുകൂടി അവർ നൽകുന്നു. ഈ നാടിൻ്റെ വികസനത്തിന് നിങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി തോളോട് തോൾ ചേർന്ന് പോരാടുമെന്ന്.